വർഷത്തിലൊരിക്കലാണ് ഈ തുളിപ് ഗാർഡൻ നമുക്ക് ഓപ്പൺ ആവുന്നത്. മനോഹരമായ സ്ഥലം ഇന്ത്യയിൽ ഈ ഭൂമിയിലില്ല. ഹായ്, പറഞ്ഞു. തുളിപ് ഗാർഡൻ കാണാൻ കണ്ടാ, ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും നമ്മുടെ എന്താണ് അല്ല ദാൽ ലേക്ക്. അതാണ് ദാൽ ലേക്ക്. ഇപ്പൊ നമ്മൾ പോകുന്നത് ഫസ്റ്റ് തുളിപ് ഗാർഡനിലേക്കാണ്. നമുക്ക് ഷിക്കാര റൈഡ് വൈകുന്നേരം ചെയ്യാന്ന് കരുതി സൺസെറ്റിന്റെ ടൈമില്. ഇപ്പൊ ആ വണ്ടി ഫ്രണ്ടിൽ പോകുന്ന ആള് നമ്മുടെ ഹോം സ്റ്റേയുടെ ഓണറായിരുന്നു. പുള്ളിക്കാരൻ കാണിച്ചു തരാ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുള്ളിക്കാരനെ ഫോളോ ചെയ്ത് പോണേണ്. രാവിലെ അല്ല, ഇത് ഏകദേശം ഒരു 10 മണിയായി. ഇപ്പോ നല്ല തണുപ്പുണ്ടെന്നാലും 12 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. ഇന്ന് കണ്ടോ? സ്നോനെ കാണാൻ ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോവാം നമുക്ക്. ആദ്യം നമുക്ക് ഇവിടെ എല്ലാം കാണണ്ടേ. ഇവിടെ കണ്ടു കഴിഞ്ഞിട്ട് സ്നോ കാണാൻ പോവാം. ഓക്കെ. പല കളറില बाबा रील बनाना नहीं मैंने कर ली बहुत वो का पड़े हुए हैं വർഷത്തിലൊരിക്കലാണ് ഈ തുളിപ് ഗാർഡൻ നമുക്ക് ഓപ്പൺ ആവുന്നത്. അതായത് മാർച്ച് 30 ടു ഏപ്രിൽ 30 ആണ് ഈ തുളിപ് ഗാർഡന്റെ സമയം എന്ന് പറയുന്നത്. ആ ടൈമിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ലക്ഷക്കണക്കിന് പൂക്കളാണ് അന്ന് ആ ടൈമിലൂടെ പൂക്കുന്നത്. കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. പല വെറൈറ്റി കളേഴ്സിലും പല ഷേപ്പിലുള്ള പൂക്കൾ. തുളിപ് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ കാണാൻ വേണ്ടിട്ട്. ഒരുപാട് പേര് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ. കണ്ണിലെ പൂക്കളൊക്കെ എന്ത് രസമല്ല പൂക്കൾ കാണാൻ വേണ്ടി. കണ്ണിലെ പൂക്കളെല്ലാം അങ്ങോട്ട് പോയി കാണിച്ചു തരാം. കണ്ണില്ല എത്ര ഭംഗിയില്ല നോക്കാൻ പൂക്കള്. എത്ര ഭംഗി കാണാനുണ്ട് പൂക്കള്. കൊറേ പൂക്കൾ അവിടെ കിടക്കുന്നു. കാണിച്ചു ഇത് എവിടെ എല്ലാം ഉണ്ട് പൂക്കൾ. ഇത് മൗണ്ടനുകളും ഉണ്ടല്ലേ. മൗണ്ടന് ഇതെല്ലാം മൗണ്ടൻ ഗല. ഇപ്പൊ സംസാരിക്കും.
കണ്ടില്ലേ എന്ത് രസമാണ്. പൂക്കളെല്ലാം കാണാൻ പറ്റും. എന്ത് ഭംഗിയല്ലേ. നല്ല രസമുണ്ട് പൂക്കളെല്ലാം കാണാൻ. കണ്ണിൽ ഇവിടെ എത്ര പൂക്കൾ, കുറച്ച് മഞ്ഞയുണ്ട്, പിങ്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്. കണ്ണിൽ എത്ര ഭംഗിയാണ് നമുക്ക്. ദേ ഇവിടെ കണ്ടല്ലേ എത്ര ഭംഗി. ഇത് കണ്ട ഇത്രയും മനോഹരമായ സ്ഥലം ഈ ഇന്ത്യയിലല്ലേ, ഈ ഭൂമിയിലില്ല. ഭൂമിയിലില്ല. ഇത് കണ്ട ഈ പൂക്കളുള്ള സ്ഥലം കണ്ടിട്ടും മതിയാവണില്ല ഈ ഒരു ഭംഗി. കണ്ടില്ലേ? ആ? രണ്ടെണ്ണോ ഇവിടെ കളിയാ. ഓടി കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവിടെ. പുതിക്ക് നെയ്ച്ചോറുണ്ടാക്കി. അപ്പോൾ കറിയില്ല, കറി ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയിക്കണേ ഹോട്ടൽ കൊൽക്കട്ട. നമ്മളിന്ന് റൂമിൽ നിന്ന് തന്നെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഫുഡ് വഴിയിൽ നിന്ന് വെച്ച് തന്നെ കഴിച്ചു. ഇപ്പം അതേ ഇവിടുത്തെ നമ്മുടെ കാശ്മീരിൻ്റെ ഫേമസ് വാൾനട്ട് ഫഡ്ജ് ട്രൈ ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. മൂൺലൈറ്റ് വാൾനട്ട് ഫഡ്ജ്. അങ്ങോട്ടേക്കുള്ള റൂട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരുപാട് ഷോപ്പ് കാണിക്കുന്നുണ്ട്, ഏതാണ് റിയൽ എന്ന് അറിയത്തില്ല. എന്തായാലും ഒരു ഷോപ്പ് കണ്ടു റീൽസിലൊക്കെ കാണിക്കുന്നത്, അങ്ങോട്ട് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇവിടെ വന്നിട്ട് വാൾനട്ട് ഫഡ്ജ് ട്രൈ ചെയ്തില്ലെങ്കിൽ അത് മോശം. ഫൈനലി മൂൺലൈറ്റ് വാൾനട്ട് ഫഡ്ജ് ഷോപ്പിലെത്തി. ഇവിടെയാണ്, നമുക്ക് ട്രൈ ചെയ്യാം. ഇത് ദാൽ ലേക്കിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ്, ദാൽ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്, ഫുഡ് സ്ട്രീറ്റ്, ദ ഫുഡ് സ്ട്രീറ്റ്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഇത്. വാൾനട്ട് ഐസ്ക്രീം. ഇത് ഐസ്ക്രീമാണ്. 180. 2 സ്കൂപ്പ് 180 പെർ ബോൾ. ഇത് പെർ പീസ് 18. 1 kg 12,000. അങ്ങനെ ഫേമസ് വാൾനട്ട് ഫഡ്ജ് ട്രൈ ചെയ്യുന്നത്, ഒന്നും പറയാനില്ല. സൂപ്പർ യമ്മി, സൂപ്പർ ടേസ്റ്റി. പിള്ളേർക്കൊന്നും ഇതത്ര പിടിക്കുമെന്ന് തോന്നുന്നില്ല, രണ്ടുപേരും കഴിച്ചില്ല കൊടുത്തിട്ട്. ഐസ്ക്രീം മതി, വാൾനട്ട് ഐസ്ക്രീം മേടിച്ചിട്ട്. പക്ഷേ ഈ ഫഡ്ജ് നല്ല ക്രീമിയും എന്താ പറയാ, വല്ലാത്തൊരു ടേസ്റ്റ് ഇതിന്. സൂപ്പർ. 6 പീസ് ഒരു പാക്ക് ആക്കി അല്ലേ? പിന്നെ ഞങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടപ്പെട്ട് എല്ലാം മേടിച്ചിട്ടുണ്ട്. അവിടെ ഐസ്ക്രീമും അതും ഉള്ളത് അല്ലേ? കുറച്ച് സാധനങ്ങളുണ്ട്, എന്നാലും ഞങ്ങൾക്ക് അറിയത്തില്ല. അത് ഞങ്ങൾ ഇതും ഐസ്ക്രീം മേടിച്ചു. നമ്മളിപ്പോ ചിക്കാര റൈഡിലാണ്. ചിക്കാര റൈഡ്
ഇവരിങ്ങനെ പുറകെ നടക്കും. ഇപ്പോൾ 1 ഹവറിന് നമ്മളിതുപോലെ ഷിക്കാര റൈഡിന് വേണ്ടി പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരുപാട് പേര് നമുക്ക് കാശ്മീരികളുടെ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരും. എന്തായാലും ഇവിടെ വരുമ്പോഴുള്ള ആകെയുള്ള ഓർമ്മകൾ ഇതൊക്കെ തന്നെയല്ലേ. അപ്പം എന്തായാലും അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാനും കയറി അവരുടെ കൂടെ ആ ഒരു വേഷം ഇട്ടെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവരുടെ ആ ഒരു ഡ്രസ്സും അവരുടെ ആ ഒരു ഓർണമെൻറ്റ്സും എല്ലാം അവർ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി തന്ന് ഫോട്ടോ എടുക്കാനൊക്കെ. അതും പറയുന്ന റേറ്റ് ഒരുപാടായിരിക്കും, പക്ഷെ നമ്മൾ മാക്സിമം ബാർഗെയിനിങ് ചെയ്യുക. മാക്സിമം ബാർഗെയിനിങ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവരെന്തെങ്കിലുമൊക്കെ കുറച്ച് തന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് പെർ ഫോട്ടോ 100 രൂപക്ക് ഓക്കെ ആയി. അങ്ങനെ എൻ്റെ ഫോട്ടോഷൂട്ടിന് ശേഷം കുട്ടികളുടെ ഫോട്ടോഷൂട്ട് തുടങ്ങി. അതിനിടയ്ക്ക് ഞങ്ങളുടെ ഒരു കപ്പിൾ ഫോട്ടോയും എടുത്തായിരുന്നു കേട്ടോ. അവർ എല്ലാ പോസും നമുക്ക് പറഞ്ഞിരുന്നു, നമ്മൾ ജസ്റ്റ് അതിനനുസരിച്ച് നിന്ന് കൊടുത്താൽ മതി. എല്ലാ സാധനങ്ങളും അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും നമുക്ക് ഫോട്ടോസ് എടുക്കുന്നത്. കണ്ടില്ലേ നായുടെ ഓരോരോ പോസുകളെല്ലാം. അടുത്താണ് ഫോട്ടോഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. Vallahi Molla'sı diyenler de ne oyun kaybı. Şimdi kadar da dahi. Takada bir tipin doygisi. Bakada tipin doygisi. Tabii aşağı bakça atsas kat hak. വീഡിയോ ഇപ്പൊ ഇവിടെ ബോട്ടിങ് വന്നിട്ട് ഇങ്ങനെ ബാനു അല്ലു ഇതൊക്കെ ബ്രേക്ക് പോയിട്ടാ. എന്തെല്ലാം പിള്ളേര്. London. Ay mana traizo. Amaji sana pathani dress. Basmalam. Feroz. Basmalam ki. അങ്ങനെ ഇന്നത്തെ കറക്കങ്ങളെല്ലാം കഴിഞ്ഞ് ഇതേ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. ഇതേ ഇവിടുത്തെ ഹോം സ്റ്റേയിലെ ആളുടെ കുട്ടിയാണ്. ആൾ പിള്ളേരായിട്ട് നല്ല കൂട്ടായി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് കളിക്കാൻ ഉണ്ടാവും. പിള്ളേർക്കും സന്തോഷം, ആൾക്കും സന്തോഷം. അങ്ങനെ ഇന്നത്തെ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ നേരെ പെഹൽഗാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ മറക്കണ്ട, എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസുമായി നാളെ കാണാം. ടാറ്റ.
Спасибо.